മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ 18ാമത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ചാപ്റ്റർ 16, 18ാമത്തെ സെഷൻ, അധ്യായം 16. അർദ്ധരാത്രിയിലെ പാട്ട് എന്ന് വേണമെങ്കിൽ ഇതിന് തലകൊട്ട് കൊടുക്കുക. സിംഗിങ് മിഡ് നൈറ്റ് സോങ്, അതായിരിക്കും ഇന്ന് ഒരുമിച്ചുള്ള നമ്മുടെ പഠനത്തിൻ്റെ മെയിൻ ടോപ്പിക്. എന്നാൽ മറ്റു ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് നോക്കും. എന്നാൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ രാത്രികളിൽ, അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ നിമിഷങ്ങളിൽ ഒരു കാരണവശാലും പാട്ട് പുറത്തോട്ട് വരത്തില്ല എന്ന് നാം ചിന്തിക്കുന്ന ആ സമയങ്ങളിൽ എങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് പാടാൻ സാധിക്കും എന്നുള്ളത് ഒരുമിച്ചൊന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല സമയങ്ങളിൽ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് വാക്കുകൾ പോലും പുറത്ത് വരാത്ത അവസരങ്ങളുണ്ട്. ഒരു വാക്ക് പോലും പറയാൻ വയ്യ. എല്ലാവരും പറയും പ്രാർത്ഥിക്കണം, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു വാക്ക് പോലും വരാത്ത സമയങ്ങളിൽ എങ്ങനെ ഉള്ളിൻ്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിന് സ്തുതിക്കാം എന്നുള്ളത് ഇന്ന് ഒരുമിച്ച് നമ്മൾ നോക്കാൻ പോകുകയാണ്. എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ വരുന്ന അനേകർ പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. പല മേഖലകളിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, രോഗം കാരണം ഭാരപ്പെടുന്നവർ, ഒരുപാട് കുടുംബത്തിൽ ഭാരപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ ഈ പ്രയാസം കഴിയാൻ വേണ്ടി അല്ലെങ്കിൽ സൗഖ്യം വരാൻ വേണ്ടി, വിടുതൽ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അർദ്ധരാത്രികളിൽ നമുക്ക് പാടാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ 16ാമത്തെ അധ്യായം. ഓക്കെ, ഇന്ന് രാവിലെ വളരെ സന്തോഷകരമായ ഒരു ഫോട്ടോ ആണ്. ഇന്ന് രാവിലെ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് ഓടി നമ്മുടെ ജയകുമാർ ബ്രദറും റോയങ്കളൂടെ ഒന്ന് വന്നു. വലിയ സന്തോഷമായിരുന്നു അവരെ കാണാൻ. ഞാൻ നന്ദിയോടെ കർത്താവിൻ്റെ ദാസിന് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 3 വർഷം ഒരൊറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് ജയകുമാർ ബ്രദർ. അപ്പോൾ ഇന്ന് കയറിയിട്ടില്ല, പക്ഷെ കയറുമെന്ന് എന്നോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഞാനൊരു ഫോൺ തപ്പിപ്പിടിച്ച് ഞാൻ കയറുമെന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പേ ബ്രദറിനെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. റോയങ്കളാണ് ഇന്ന് വണ്ടിയൊക്കെ മുട്ടിനൊക്കെ പ്രയാസമാണെങ്കിലും വണ്ടിയൊക്കെ ഓടിച്ച് രണ്ടുപേരൂടെ വന്നു. ഒരു 10-15 മിനിറ്റ് ഇരുന്നു. വലിയ സന്തോഷം. ഈ കർത്താവിൻ്റെ മക്കളെ കാണുന്ന സന്തോഷമുണ്ടല്ലോ, അത് വേറൊരു സന്തോഷമാണ്. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അപ്പോൾ സന്തോഷ് ബ്രദറും ഇവിടെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റിയില്ല. ഈ 2020 കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിൽ വളർന്ന് ഒരൊറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാത്ത വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം കൂടുമ്പോൾ ഒരു അവാർഡ് കൊടുക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ഇനിയും ക്ലാസ് ഒന്നും മിസ് ചെയ്തില്ലെങ്കിൽ ജയകുമാർ ബ്രദറിനെ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് സമയത്തിനുള്ളിൽ കയറുമായിരിക്കും. അത് കാണാൻ രാവിലെ സഹായിച്ചു. വലിയ സന്തോഷം. പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. വലിയ സന്തോഷം. നമ്മുടെ ഉണർ ടെൻറ്റ് നാളെ കൊച്ചിയിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ മറക്കാതെ വരണം. ഈ പ്രാവശ്യവും സ്ഥലം കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പേരൊക്കെ നിൽക്കേണ്ടി വന്നു, എന്നാൽ ഈ പ്രാവശ്യം സ്ഥലം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാം കാണാൻ വേണ്ടി ഇരിക്കാൻ ഫെയ്ത്ത്ഫുൾ, നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായി നിന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ എവ്രിബഡി ക്യാൻ ബി പാർട്ട് ഓഫ് ഗോഡ്സ് മിഷൻ. എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ശുശ്രൂഷകരാകാം എന്നുള്ളതാണ് നാളെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ. അതുകൊണ്ട് മഞ്ചേരിക്ക് തന്നെ വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നാളെ കൊച്ചിയിലുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ പറയണം. റേനായി പാലാരിവട്ടം അവിടെ ആയിരിക്കും നമ്മൾ കൂടുന്നത്. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ സ്റ്റഡിയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൗലോസിൻ്റെ ഫസ്റ്റ് മിഷണറി ജേണി, ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത് പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്രയുടെ ആരംഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം യെരുശലേം കൗൺസിൽ നമ്മൾ ഒരുമിച്ച് നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്രയുടെ തുടക്കം, സെക്കൻഡ് യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് പൗലോസും ശീലാസും, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള വേദഭാഗമാണ്, കാരാഗ്രഹത്തിൽ കിടന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ആ ഒരു അനുഭവം. അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. ചില സത്യങ്ങളും ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിച്ചിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഭാഗത്തിലേക്ക് കടക്കാം. ആക്ട്സ് ചാപ്റ്റർ 16, അപ്പോസ്തല പ്രവർത്തികൾ 16ാമത്തെ അധ്യായത്തിന് 1 മുതൽ 3 വരെ, 1-3. അവൻ ദെർബയിലും ലൂസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലൂസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു.
അവൻ തന്നോടുകൂടെ പോരാണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പൗലോസിന്റെ ടീം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യോഹന്നാൻ മർക്കോസ് സ്ഥലം വിട്ടു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ശീലാസ് ജോയിൻ ചെയ്തു. ഇപ്പോൾ പൗലോസിന് പുതിയ ഒരു ശിഷ്യനെ ലഭിക്കുകയാണ് തിമോത്തിയോസ്. തിമോത്തിയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദ അമ്മയും യവനനായ ഒരു അപ്പനും. അപ്പോൾ മിക്സ്ഡ് ആണ് തിമോത്തിയോസ്. യഹൂദ അമ്മയും പിന്നെ അതുപോലെ യവനനായ അപ്പൻ. ഈ പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് തിമോത്തിയോസ്. ആരോട് ചോദിച്ചാലും പറയും നല്ല പയ്യനാണ് കേട്ടോ, നല്ലൊരു ദൈവഭക്തനാണ് എന്ന് പറയും. അങ്ങനെ പൗലോസ് തന്നോട് കൂടെ പോരണമെന്ന് ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിന്നെ പൗലോസിന്റെ വലങ്കൈയായി മാറുന്ന ഒരു ചെറുപ്പക്കാരനാണ് തിമോത്തിയോസ്. പൗലോസിനോട് കൂടെ ചേരുമ്പോൾ വളരെ പ്രായം കുറഞ്ഞാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില പിള്ളേരെയൊക്കെ ചില യൗവനക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, കർത്താവെ ഇവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാവുന്നവരാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് തിമോത്തിയോസ്. പെട്ടെന്ന് പൗലോസിന്റെ ആഗ്രഹം ഈ ചെറുപ്പക്കാരനെ ഒന്ന് കൂട്ടണം. വളരെ ചെറുപ്പത്തിൽ പൗലോസിനോട് കൂടെ ചേർന്നു. അങ്ങനെയാണ് എഫെസോസിൽ വലിയൊരു മിഷണറിയായി മാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ എഫെസോസ് സഭയുടെ ബിഷപ്പായി മാറുന്നത് ഈ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് പ്രായം ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ നോക്കിയിട്ട് നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുതെന്ന് പറയുന്നത്. പ്രായമൊന്നും ദൈവത്തിൻ്റെ രാജ്യത്തിൽ വലിയ വിഷയമല്ല. നമ്മുടെ ചെറിയ ആയുസ്സൊക്കെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് വളരെ ഭംഗിയായി നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് തിമോത്തിയോസ്. എന്നാൽ ഇവിടെ എനിക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ തിമോത്തിയോസിനെ പിടിച്ച് പരിച്ഛേദന കഴിപ്പിക്കുന്ന പൗലോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കൂ, എന്താണ് പൗലോസ് ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് ഒരു 4-5 വാക്യം മുമ്പാണ് എന്താണ് സംഭവിക്കുന്നത്? യെരൂശലേമിൽ കൗൺസിലിൽ ചെന്നിട്ട് പൗലോസ് ശക്തമായിട്ട് ചെന്ന് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പരിച്ഛേദന എന്തിനു വേണ്ടി ഒരു വിശ്വാസി കഴിക്കണം? വിശ്വാസിയെ സംബന്ധിച്ചോളം പരിച്ഛേദന ഒരു ഇഷ്യൂവേ അല്ല. പിന്നെയോ വിശ്വാസത്താൽ മാത്രം, ക്രിസ്തുയേശുവിൽ മാത്രം, കൃപയാൽ മാത്രം നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് വളരെ ശക്തമായി വാദിച്ച ഈ പൗലോസ് തിമോത്തിയോസിനെ കണ്ടിട്ട് പറയാം, നീ പോയി പരിച്ഛേദന കഴിപ്പിക്കണം. ഇതെന്തോ പരിപാടിയാ? അപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്തിനു വേണ്ടിയാണ് പൗലോസ്? അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഒന്നാമത്, തിമോത്തിയോസ് പാതി യഹൂദനാണ്. അപ്പൻ യവനനാണെങ്കിലും പാതി യഹൂദനാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രദേശത്ത് അനേക യഹൂദന്മാരുണ്ട്. ഈ പ്രദേശത്തെ അനേക യഹൂദന്മാർക്ക് ഒരു കാര്യം അറിയാം, തിമോത്തിയോസ് എന്ന് പറയുന്ന ആള് അവൻ്റെ അപ്പൻ യവനനാണ്. അപ്പോൾ ഈ യഹൂദന്മാർ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ തിമോത്തിയോസിനെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യം, നീ യഹൂദനാണോ അതോ നീ യവനനാണോ, ഏതാന്നുള്ള കാര്യം നീ വ്യക്തമാക്കുക. പൗലോസിനെ സംബന്ധിച്ചോളം പൗലോസിന്റെ സ്ട്രാറ്റജി എപ്പോഴും ആദ്യം യഹൂദൻ. ഒരു യഹൂദനെ സംബന്ധിച്ചോളം ആദ്യം യഹൂദനോട് സുവിശേഷം പറയണം, പിന്നാണ് ജാതികളുടെ ഇടയിൽ. പൗലോസ് നിങ്ങൾ ശ്രദ്ധിക്കണം, ജാതികളുടെ ഇടയിലെ അപ്പോസ്തലനാണ്. എങ്കിലും താൻ പോയ സ്ഥലങ്ങളിലെല്ലാം ആരംഭിക്കുന്നത് എവിടാണ്? ആരംഭിക്കുന്നത് യഹൂദന്റെ കയ്യിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യഹൂദനിൽ ആരംഭിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് യഹൂദന്മാർക്കറിയാം ഈ തിമോത്തിയോസ് എന്ന് പറയുന്നവന്റെ അപ്പൻ യവനനാണ്. അവരെ ചൊല്ലിയാണ് എന്താണ് ചെയ്യുന്നത്? യാതൊരു കാരണവശാലും ഈ യഹൂദന് ഒരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പൗലോസ് ചെയ്യുന്നൊരു കാര്യമാണ് തിമോത്തിയോസിനെ പിടിച്ച് പരിച്ഛേദന കഴിക്കുക. So that he will not be a stumbling block in the way of Jewish evangelism. ഇവിടെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷയ്ക്ക് ആധാരമല്ല പരിച്ഛേദന, രക്ഷയ്ക്ക് ഒരു ക്രൈറ്റീരിയ അല്ല പരിച്ഛേദന. പിന്നെന്താണ്? ഇവരുടെ ഇടയിൽ ഒരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം. ഈ യഹൂദനെ സംബന്ധിച്ചോളം നീ പരിച്ഛേദന കഴിച്ചാണോ? ആ പരിച്ഛേദന കഴിച്ച, എന്നാ നീ പറയുന്നത് നീ കേൾക്കട്ടെ എന്ന് പറയത്തക്ക വിധത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ഇതൊരു ഇവാഞ്ചലിസം ടാക്റ്റിക് ആണ്, ഇത് രക്ഷയ്ക്ക് ആധാരമല്ല എന്നുള്ളത്. ഇതേ സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, തീത്തോസ് എന്ന് പറയുന്ന യവനൻ യാതൊരു കാരണവശാലും പരിച്ഛേദന കഴിക്കരുത് എന്ന് വാദിച്ചത് പൗലോസ് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? തീത്തോസ് എന്ന് പറയുന്ന ശിഷ്യൻ,
തീമോഥെയോസിനെ പോലെ തന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് തീത്തോസ്. ഈ തീത്തോസ് പൗലോസിന്റെ ശിഷ്യനായി വരുമ്പോൾ തീത്തോസ് യവന ബാക്ക്ഗ്രൗണ്ടാണ്. യവന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ തീത്തോസിനോട് പറയുന്നുണ്ട്, നീ പരിച്ഛേദന കഴിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയാമോ? പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. യഹൂദൻ, യവനന് Jew to the Jew, a Greek to the Greek. I have become all things to all men. പ്രിയമുള്ളവരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എ മാറ്റർ ഓഫ് ഡിസേൺമെന്റ്. ഇത് വിവേചന ശക്തിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചില ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിലർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ പെട്ടെന്ന് പിടിച്ച് അത് നിർത്തി ഇത് നിർത്തേണ്ടി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് മനസ്സിലാണ്. അതൊരു ശകലം മെച്യൂർ തിങ്കിങ്ങിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഇത് ആവശ്യമുണ്ടോ രക്ഷയ്ക്ക്, പിന്നെ എന്തിനാ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനല്ല അതിനെ കാണേണ്ടത്. ചില കാര്യങ്ങൾ, ചില പാരമ്പര്യങ്ങൾ, ചില ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, എല്ലാ പാരമ്പര്യങ്ങളും തെറ്റല്ല, അത് ആവശ്യം കാണത്തില്ല. ഇറ്റ് മൈറ്റ് ബി അൺനെസസറി, ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി നെസസറിലി റോങ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കാം, പക്ഷെങ്കിൽ അത് തെറ്റാകണം എന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. അതിന് വിവേചന ശക്തിയുണ്ട്. പൗലോസ് തന്നെ തിമോഥെയോസിനോട് പറയും, നീ പോയി പരിച്ഛേദന കഴിക്കുക. നീ അങ്ങ് പരിച്ഛേദന കഴിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ഇടയിൽ, അതായത് യഹൂദന്മാരുടെ ഇടയിൽ, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നിന്റെ പ്രസംഗം കേൾക്കാതെ ഇരിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഞാൻ വെള്ളയും ഇടേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ വെള്ളം ഇട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ വെള്ളം ഇട്ടില്ലെങ്കിൽ പകുതി സമയം പ്രസംഗിക്കുന്നവനെ നോക്കി ഇവർ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? ഇവൻ എന്താ ഇന്ന് വെള്ളം ഇടാഞ്ഞ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത് അവരുടെ പ്രസംഗത്തിന് തടസ്സമായി ഇത് വരരുത് എന്ന് ഓർക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ചില വിധത്തിൽ ഡ്രസ്സ് ചെയ്യും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ചില വിധത്തിലേ ആളുകളെ ഡീൽ ചെയ്യത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം നമുക്കറിയാം നമ്മൾ വേറെ ഏതെങ്കിലും കാരണവശാൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഇടർച്ചയായി മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിലർക്ക്, ഫോർ എക്സാമ്പിൾ, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ സ്ത്രീകളാണെങ്കിൽ തലയിൽ തുണി ഇടുക എന്ന് പറയുന്ന, അത് അപ്പോസ്തലന്റെ ഭാഷയിൽ വേറൊരു കോണ്ടെക്സ്റ്റാണ്. തലയിൽ തുണി നല്ലൊരു മാന്യമായ ഒരു ഡിസിപ്ലിനാണ്. നമ്മൾ തലയിൽ തുണി ഇടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പകുതി സമയം അടുത്തിരിക്കുന്ന ആളുകൾ ഇതെന്താ തലയിൽ തുണിയില്ല, ഇവരുടെ ടെൻഷൻ മുഴുവൻ എന്താണ്? ഇവരെന്താ തലയിൽ തുണി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ ടെൻഷൻ മാറിയേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? അതിന് വിവേചന ശക്തിയാണ് വേണ്ടത്. ഇതിനെന്നാ തെറ്റ്, ഞാൻ അങ്ങനെ ചെയ്താൽ എന്നാ പ്രശ്നം, അതല്ല വിഷയം. ആ സ്ഥലത്ത് മാന്യമായത് എന്താണോ, അവർക്ക് എന്തുകൊണ്ട് അത് ഇടർച്ച വരാതിരിക്കാം, അത് നമ്മൾ ചെയ്യുക. നിങ്ങൾക്കത് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇത് ഹിപ്പോക്രസി അല്ല. ഇത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇതൊരു ഹിപ്പോക്രസിയാണെന്ന്. കാരണം ഹിപ്പോക്രസി എന്ന് പറയുന്നത് നമ്മുടെ അകത്തില്ലാത്തൊരു കാര്യം ആളുകളെ ബോധിപ്പിക്കുന്നതാണ് ഹിപ്പോക്രസി. അതല്ല ഇതെന്താണ്? ഇത് വിവേചനമാണ്. ദിസ് ഇസ് ഡിസേൺമെന്റ്. എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഒരു അനുഭവം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇതിനെക്കുറിച്ച്. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാകും. നമ്മുടെ ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിൻ്റെ മുമ്പിലായിരിക്കും എല്ലാവർക്കും എല്ലാമായി തീരുക. നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യുക എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ടൈമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ഒരു സെഷൻ വേണമെങ്കിൽ ഞാൻ പിന്നീട് എടുക്കാം. നമ്മുടെ മിനിസ്ട്രിയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. മിനിസ്ട്രി തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകും, പല സ്ഥലങ്ങളിൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് അല്ല അവരുടെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ശുശ്രൂഷിക്കാൻ. ഉടനെ ചെന്ന് അവരുടെ കൾച്ചറെല്ലാം നമ്മൾ തകർക്കാൻ പോകരുത്. എല്ലാവർക്കും ഒരു കൾച്ചറുണ്ട്. രാജസ്ഥാനിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൾച്ചറുണ്ട്. രാജസ്ഥാനിലെ ചില ട്രൈബ്സിനിടയ്ക്ക് പോകുമ്പോൾ ആ കൾച്ചറുണ്ട്. ആ എല്ലാ കൾച്ചറും നമ്മൾ തകർക്കേണ്ട കാര്യമില്ല. എന്നാൽ ചില കൾച്ചറുകൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമാണെങ്കിൽ നമ്മൾ അതിനെ കംപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് പൗലോസിന് വലിയ ആഗ്രഹം, അവർ ആസിയയിൽ വചനം, ചാപ്റ്റർ 6:6-10, 6-ാമത്തെ അധ്യായത്തിന് 6 മുതൽ 10 വരെ, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുഗ്യയിലും ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ചു. മൂസിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അപ്പോൾ ദൈവം സമ്മതിക്കാത്ത ചില ശുശ്രൂഷകളുണ്ട്. അവർ മൂസിയയിൽ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദ്യോന്യക്കാരനായ ഒരു പുരുഷൻ
അരികെ നിന്ന് നീ മക്കെദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസിയയിൽ, അതായത് ഏഷ്യ മൈനർ, വെളിപ്പാട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഏഷ്യ മൈനർ നമ്മുടെ 7 സഭകൾ അത് സ്ഥാപിക്കുന്ന അനുഭവം പിന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7 സഭകൾ ഏഷ്യ മൈനർ സ്ഥാപിക്കുന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടി പൗലോസ് പോകാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഈ സമയത്ത് അങ്ങോട്ട് പോകുവാൻ യേശുവിൻ്റെ ആത്മാവ് അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ശുശ്രൂഷകളുടെയും വാതിലുകൾ എപ്പോഴും തുറക്കണമെന്നില്ല. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് മിനിസ്ട്രി, ദൈവം എന്നെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നതെന്ന് ആരും പറയരുത്. എല്ലാത്തിനും ദൈവത്തിനൊരു വില്ലുണ്ട്. ഇപ്പം സുവിശേഷം പറയാന്നുള്ളത് ദൈവത്തിന്റെ ഹിതമല്ലയോ? ആണ്. എല്ലായിടത്തും ഞാൻ പോയി സുവിശേഷം പറയണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമല്ലയോ? ആണ്. എന്നാൽ ചില സമയങ്ങളിൽ ചിലയിടത്ത് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ വി ഷുഡ് ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. ഞാൻ കർത്താവിന്റെ വേലയല്ലയോ ചെയ്യുന്നത്, ഞാൻ പ്രസംഗിക്കുകയല്ലയോ ചെയ്യുന്നത്, എല്ലാവരും കേൾക്കേണ്ടത്, എന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നിടത്തെല്ലാം ഞാൻ പോയി ദൈവം നിയമിക്കുന്നിടത്ത് വേണം പോകാൻ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ കുറച്ച് നാളുകളായിട്ട് എന്നെ ഒരുപാട് പേര് പ്രസംഗിക്കാൻ വിളിക്കും. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 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 100 കണക്കിന് ഇൻവിറ്റേഷൻ വരും. എന്നാൽ കുറച്ച് നാളുകളായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, എല്ലാ ഇൻവിറ്റേഷനും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ അവിടെ പോകേണ്ടതാണോ, ഞാൻ അവിടെ പ്രസംഗിക്കേണ്ടതാണോ? ദൈവത്തിൻ്റെ ഹിതത്തിനകത്തുള്ള മിനിസ്ട്രി മതി. ഇനി എത്ര വലിയ അവസരമാണെങ്കിലും, അത് മിനിസ്ട്രി ആയാലും ജോലി ആയാലും നമ്മുടെ ഏത് കാര്യം, എത്ര വലിയ അവസരമാണെങ്കിലും ദൈവഹിതമല്ലാത്തൊരു കാര്യം ഒരു വിശ്വാസി ആ വഴിക്ക് പോകരുത്. വി ഷുഡ് ഓൺലി ബി ഡൂയിങ് വാട്ട് ഗോഡ് വാണ്ട്സ്. നല്ല കാര്യമില്ലയോ? നല്ല കാര്യമാണ്. സുവിശേഷം എന്ന് പറയുന്നത് നല്ല, എല്ലാം കറക്റ്റാണ്. പക്ഷെങ്കിൽ ഡു ഓൺലി വാട്ട് ഗോഡ് വാണ്ട്സ് യു. അങ്ങനെ അത് പോകണ്ടെന്ന് പറഞ്ഞ് യേശുവിൻ്റെ ആത്മാവ് വാതിൽ അടയ്ക്കുമ്പോൾ ദർശനം കാണുന്നതിനാ, മക്കെദോന്യയിൽ ഒരുവൻ അപേക്ഷിക്കുക, ഞങ്ങളുടെ അടുക്കിലേക്ക് ഒന്ന് വരണമേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മറ്റിടത്തൊക്കെ ഇപ്പം തൽക്കാലത്തേക്ക് പോകണ്ട, ഇപ്പം മക്കെദോന്യയിൽ ഒരു വഴി ദൈവം തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ ദർശനമല്ല ഞാൻ പറയുന്നത്, ആളുകളുടെ ഡെസ്പറേഷൻ ഫോർ ദ ഗോസ്പൽ, ഡെസ്പറേഷൻ. ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് വരുമോ, ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു മീറ്റിംഗ് ആരംഭിക്കാമോ, ഞങ്ങളുടെ ബന്ധുക്കാരോട് ആരെങ്കിലും ഒന്ന് സുവിശേഷം പറയാമോ എന്ന് ബെഗ് ചെയ്ത് എത്രയോ അനുഭവങ്ങളുണ്ടെന്ന് പറയാം. ആരും പോകാത്ത മേഖലകൾ, കൊച്ചു കൂട്ടങ്ങളായതുകൊണ്ട് ആരും അവിടെ പോകാറില്ല. എന്നാൽ ദൈവമക്കളെ സെൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നാൽ ചിലപ്പോൾ ആസിയയിലല്ല പോകേണ്ടത്. വി ഹാവ് ടു ഗോ ടു പ്ലേസസ് വെയർ നോ വൺ ഹാസ് ഗോൺ ബിഫോർ. അങ്ങനെ അപേക്ഷിക്കുന്ന സ്ഥലങ്ങൾ. ഈ എന്നെ കേൾക്കുന്നവരൊക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു മക്കെദോന്യമുണ്ട്. ദൈവം ചിലരെയൊക്കെ അയച്ചിട്ട്, നിങ്ങൾ അവിടെ ബില്ലി ഗ്രഹാം വരേണ്ട കാര്യമില്ല, അവിടെ വലിയ പ്രാസംഗികർ വരേണ്ട കാര്യമില്ല, നിങ്ങളാണ് അവിടെ പോകേണ്ടത്. യു ആർ ദ പോൾ ടു ദ മാസഡോണിയൻ കോൾ. മക്കെദോന്യയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഒന്ന് വരുമോ, സുവിശേഷം ഒന്ന് പറയുമോ. നിങ്ങൾക്കാണ് ദൈവം ആ വാതിൽ തുറക്കുന്നത്. സോ ദ വിൽ ഓഫ് ഗോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ ഇൻ മിനിസ്ട്രി. ശുശ്രൂഷയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നിടത്തെല്ലാം പോകേണ്ട കാര്യമില്ല, അവസരങ്ങൾ കിട്ടുന്നിടത്തെല്ലാം ചാടി കയറേണ്ട കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പെട്ടെന്ന് ഞാനൊന്ന് കാണിക്കാം നമ്മുടെ മിഷണറി യാത്ര. ഒന്നാമത്തെ മിഷണറി യാത്ര നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കുപ്രോസിൽ കൂടെ പോയി, അങ്ങനെ ആയിരുന്നു പോകും. ഇവിടെ രണ്ടാമത്തെ മിഷണറി യാത്ര പിന്നെയും അന്ത്യോക്യയിൽ നിന്ന് നിങ്ങൾ എന്തോ കാണുന്നത്, അവർ നേരെ ട്രോയാസിലേക്കാണ് പോകുന്നത്. കണ്ടല്ലോ, ഇവിടെ ട്രോയാസിലേക്ക് പോകുന്നു, പിന്നെ ഇവിടെ സമത്രാസിലേക്ക് പോകുന്നു, പിന്നെ നിയോപോളിസ്, ഫിലിപ്പായി. കേട്ടോ, ഈ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന്, അതായത് അന്ത്യോക്യയിൽ നിന്ന് ഫുർഗയിൽ നിന്ന് മൂസിയയിൽ നിന്ന് ട്രോയാസ്, സമത്രാസ്, അവിടുന്ന് നേരെ പോകുന്ന നിയോപോളിസ്, ഫിലിപ്പായി. നിയോപോളിസിലേക്ക് എത്തുമ്പോൾ പൗലോസ് എവിടെ എത്തിയെന്നറിയാമോ? പൗലോസും ടീമും യൂറോപ്പിലെത്തി. അപ്പോൾ ഇവിടാണ് സുവിശേഷം യൂറോപ്പിലേക്ക് കടക്കുന്നത്. ഈ യൂറോപ്പിലാണ് പിന്നെ ഏറ്റവും വലിയ ഉണർവുകൾ ഉണ്ടാകുന്നതും. യൂറോപ്പിൽ നിന്ന് ഒരുപാട് മിഷണറിമാർ ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്കും പിന്നെ ലേറ്റർ ഓൺ ആഫ്റ്റർ മെനി ഇയേഴ്സ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോൾസ് സെക്കൻഡ് മിഷണറി ജേർണിയുടെ ആദ്യത്തെ ഭാഗം എവിടെ നിന്നാണ്? അന്ത്യോക്യയിൽ നിന്ന്. അവർ യെരുശലേം കൗൺസിൽ കഴിഞ്ഞു. യെരുശലേം കൗൺസിലിൽ നിന്ന് പിന്നെ അവർ അന്ത്യോക്യയിലേക്ക് വരുന്നു. അന്ത്യോക്യ, ഫുർഗ, മൂസിയ, ത്രോവാസ്, പിന്നെ അവിടെ നിന്ന് സമത്രാസിലേക്ക് പോകുന്നു. സമത്രാസ്, നിയോപോളിസിൽ നിന്ന് പിന്നെ ഫിലിപ്പിയയിലേക്ക് പോകുന്നു. ഓക്കെ, ചാപ്റ്റർ 16:11-15.
അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ ആ, കയറി. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സമയം നോക്കിക്കോട്ടെ. ഓക്കെ. അങ്ങനെ അവർ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്കും പിറ്റേന്നാൾ നവപ്പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദ്യോന്യയുടെ ആ ഭാഗത്തൊരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബ്ബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ നേരെ ചെന്നു നിയോപോളിക്കയിൽ ചെന്നു. നിയോപോളിയിൽ നിന്ന് അവിടുന്ന് ഫിലിപ്പിയിൽ ചെല്ലുകയാണ്. ഫിലിപ്പിയിൽ ചെല്ലുമ്പോൾ അവിടെ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നേരെ എങ്ങനെയെങ്കിലും ഒരു പള്ളിയിൽ ചെല്ലണം. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. സിനഗോഗ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പൗലോസ് എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് സിനഗോഗാണ്. പക്ഷേ ജാതികളുടെ ഇടയിലെ അപ്പോസ്തലനാണെങ്കിലും ആദ്യം നോക്കുന്നത് സിനഗോഗ് എവിടെയാണെന്ന്. അപ്പോൾ അവിടെ ചെന്നു. ഫിലിപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കദോനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫിലിപ്പിയ കേട്ടോ. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോയത്. പൗലോസിന്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കിയാൽ പൗലോസ് എല്ലായിടത്തും പോകും കേട്ടോ. പക്ഷെ ആദ്യം പൗലോസ് തുടങ്ങുന്നത് മെട്രോ സിറ്റീസിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിൻ്റെ മെയിൻ സിറ്റിയിൽ നിന്നാണ് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മെയിൻ സിറ്റീസ്. അപ്പോൾ നമ്മൾ സിറ്റികളും ഈ വില്ലേജ് ഗ്രാമങ്ങൾ മാത്രം പോരാ, കർത്താവിന് വേണ്ടി സിറ്റീസ് കൂടെ നമ്മൾ നേടണം എന്നുള്ളത് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആരാധിക്കാൻ പള്ളിയില്ല. കാരണം അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിശ്വാസികളൊന്നും അവിടെ കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം പള്ളിയില്ലാഞ്ഞത്. അപ്പോൾ അവർ നേരെ അവിടെ ചെന്ന് പുഴവക്കത്ത് ചെന്നു. പുഴവക്കത്ത് ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇരിക്കുന്നത്? എന്ത് ചെയ്യണം കർത്താവ് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അവിടെ എങ്ങും ഇല്ല, അവിടെ സിനഗോഗ് ഇല്ല, പ്രസംഗിക്കാൻ സ്ഥലമില്ല, പ്ലാറ്റ്ഫോം ഇല്ല. അപ്പം പുഴവക്കത്തിരുന്നു. പുഴവക്കത്തിരുന്നപ്പോൾ ദാ അവരുടെ മുമ്പിൽ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നു. സ്ത്രീകൾ. അപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീകളോട് പ്രസംഗിച്ചു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വേഴ്സ് 14 വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് അവരെ നിർബന്ധിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. പൗലോസ് ഇവിടെ ഈ അധ്യായത്തിൽ തുടങ്ങുന്ന രണ്ട് സ്ത്രീകളാണ്. ഒന്ന് ലുദിയയും മറ്റേത് ഒരു ദാസി സ്ത്രീയുമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം യൂറോപ്പിൽ പൗലോസ് പ്രസംഗിച്ച കൂട്ടരെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴും കുറച്ച് യൗവനക്കാരികൾ എന്നോട് വഴക്ക് കൂടാൻ വന്നു എന്ന് പറഞ്ഞാൽ നല്ല വിധത്തിൽ കേട്ടോ. അവർ പറഞ്ഞു, പൗലോസിന് എന്നാ പ്രശ്നം, സ്ത്രീകളോട് എന്നാ ഇത്ര വലിയ വിദ്വേഷം, സ്ത്രീകളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മുടെ യൗവനക്കാരികൾ എന്നടുക്ക് അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പൗലോസിനോട് അങ്ങ് ഭയങ്കര, യേശുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പൗലോസിനെ ഞങ്ങൾ സഹിക്കത്തില്ല എന്നുള്ള വിഷയമാണ് അവർക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, പൗലോസ് ആദ്യം പ്രസംഗിച്ച ആരോടാവും? യൂറോപ്പിൽ സ്ത്രീകളോടല്ലേ. ആദ്യം മാനസാന്തരപ്പെട്ടതാരാ? ലുദിയ. സ്ത്രീ അല്ലയോ? ഒരുപക്ഷെ തുയത്തൈര സഭ സ്ഥാപിക്കാനുള്ള, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നോ? തുയത്തൈരിലെ സഭ സ്ഥാപിക്കപ്പെടുവാനുള്ള കാരണം ഈ പറഞ്ഞ ലുദിയ ആയിരിക്കണം. രക്താംബരം പോട്ടെ. അത് കഴിഞ്ഞിട്ട് പൗലോസിന്റെ യാത്രയിൽ പൗലോസിനോട് കൂടെ നിന്ന എത്രയോ സ്ത്രീകൾ, ഫീബ, യൂഡിയ, സിന്ധിക്ക, ഇങ്ങനെ എത്രയോ സ്ത്രീകളാണ്. ഈ സ്ത്രീകളെ ഇതുപോലെ വില കൊടുത്തൊരു വ്യക്തി എനിക്ക് ഇത്രയും ഒരു പിന്നെ ചില ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെ പൗലോസ് പറയും. അത് പിന്നെ ഏത് ആത്മീയ പിതാവിനും പറയാൻ അവകാശമുണ്ട്, ഏത് ഡിസിപ്ലിനിലാണ് സ്ത്രീയായാലും പുരുഷനായാലും പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെ പൗലോസിൽ ഈ സ്ത്രീ വിരോധം ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നത് എവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എവിടെ ചെന്നാലും പ്ലാറ്റ്ഫോം കിട്ടണം എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നമ്മളെ ദൈവം പുഴവക്കത്ത് വിട്ടാലും നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് ബന്ധമുള്ളവരാണെങ്കിൽ എവിടെ നിന്ന് പ്രസംഗിച്ചാലും ഹൃദയങ്ങളെ തുറക്കുന്ന ദൈവമാണ്. ലുദിയുടെ ഹൃദയം തുറന്ന ആരാ? ദൈവം. പ്രസംഗിച്ചതാരാ? പൗലോസ്. അപ്പൊ എൻ്റെ ജോലി എന്താണ്? ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, എന്നെ അയക്കുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുക എന്നല്ലാതെ എനിക്ക് വേറെ യാതൊരു റോളുമില്ല. ഹൃദയങ്ങളെ തുറക്കുന്നത്
ദൈവമാണ്. അപ്പോൾ ദൈവം എന്നെ നിങ്ങളെ മക്കതോനിയയിൽ അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അയ്യോ കർത്താവേ, നീ എന്നെ ഇവിടെ അയച്ചതാണല്ലോ, സ്റ്റേജ് ഇല്ല, മീറ്റിംഗ് ഇല്ല, കൺവെൻഷൻ ഇല്ല, ആരുമില്ലോ, പറയേണ്ട കാര്യമില്ല. പുഴവക്കത്ത് വിട്ടാലും അവിടെ സുവിശേഷം പറഞ്ഞാൽ കർത്താവിന്റെ സുവിശേഷം കേൾക്കാൻ വേണ്ടി ആളുകളെ കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. ലുദിയുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവഭക്തിയായിരുന്നു. ഷി വാസ് എ ഗോഡ് ഫിയറിംഗ് വുമൺ. അപ്പോൾ അങ്ങനെ ചിലരുണ്ട്, കർത്താവിനെ അറിയത്തില്ല പക്ഷെ ഗോഡ് ഫിയർ. കൊർന്നല്യോസിന്റെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾ ഓർക്കുന്നു വിശ്വസിക്കുന്നു, ഗോഡ് ഫിയറിംഗ് ആണ് പക്ഷെ കർത്താവിനെ അറിഞ്ഞുകൂടാ. ഷി വാസ് എ സീക്കർ. രണ്ട്, ഷി വാസ് എ ലിസണർ. ദൈവം പറയാനുള്ളത് എന്താണെന്നുള്ളത് കേൾക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീയാണ്. വളരെ കീനായിട്ട് ലിസണിങ്. അപ്പോൾ സുവിശേഷം പറഞ്ഞു, വളരെ പുഷ്പം പോലുള്ള കാര്യം സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു, അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. കൊർന്നല്യോസിന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. സുവിശേഷം പറഞ്ഞു, ലൂദിയ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ഗോഡ്. പിന്നെന്താണ്, തൻ്റെ ഭവനം തുറന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കണം, താമസിച്ചാൽ മാത്രം പോരാ, ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി എൻജോയ് ചെയ്യണം. അപ്പോൾ ലുദിയയുടെ ജീവിതം അങ്ങനെ ട്രാൻസ്ഫോംഡ് ആകുകയാണ്. ഇപ്പോൾ ലുദിയയെ സംബന്ധിച്ചോളം ഷീസ് എ ഹൈ പ്രൊഫൈൽ വുമൺ അല്ലേ. ഷീസ് എ എന്താ പറയുക, ബിസിനസ് ലേഡി, നല്ല സമ്പത്തുള്ള സ്ത്രീയാണ്. എന്നാൽ സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. മനസ്സിലായോ? The gospel is not only for the financially needy people. ഈ സുവിശേഷം എന്ന് പറയുന്ന ചിലരെ കണ്ടിട്ടുണ്ടോ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈയിടെ ഒരു വലിയ നമ്മുടെ കൊച്ചി വരുന്ന ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ നമ്മുടെ ഒരു സ്നേഹിതൻ പോയി സുവിശേഷം പറഞ്ഞു. അപ്പോൾ ആ സ്നേഹിതനോട് ഈ ബിസിനസ്, നല്ലൊരു മനുഷ്യരാണ് കേട്ടോ ഈ ബിസിനസ്സുകാരൻ, ഒരു വലിയൊരു ആ ബിസിനസ്സുകാരൻ പറഞ്ഞു, എനിക്കിപ്പോൾ പണമുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട്, എനിക്ക് എന്തിനാ സുവിശേഷം, വൈ ഡു ഐ നീഡ് ദ ഗോസ്പൽ? എന്താണ് കർത്താവ് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്? അതിനാണ് ദ ഹാപ്പി പേഗൻ എന്ന് പറയും. ഹാപ്പി പേഗൻ അവിശ്വാസിയാണ് പക്ഷെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് കർത്താവ് നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചോളം ഇവൻ എന്തോ പറയുന്നത്, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ഈ സുവിശേഷം എന്ന് പറയുന്നത് സന്തോഷം നൽകുക എന്നുള്ളതല്ല. സുവിശേഷം എന്ന് പറഞ്ഞ സമാധാനം നൽകുക എന്ന് മാത്രമല്ല. ശരിയാണ്, കർത്താവ് സന്തോഷം തരും, ശരിയാണ്, കർത്താവ് സമാധാനം, അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞ എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്, പാപിയെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തമല്ലാതെ വേറെ ഒന്നുമില്ല. നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ പാപിയാണ്, നിനക്ക് രക്ഷകനെ ആവശ്യമാണ്. ഇതാണ് സുവിശേഷം. ക്രിസ്തുവിൽ മാത്രം നിനക്ക് ലഭിക്കുന്ന രക്ഷ, ഇതാണ് സുവിശേഷം. അപ്പോൾ നിന്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും, നിനക്ക് ഒരുപാട് പണമുണ്ടെങ്കിലും, നിനക്ക് രക്ഷകനെ ആവശ്യമാണ്. യു നീഡ് എ സേവിയർ. അപ്പൊ ലുദിയെ സംബന്ധിച്ചോളം ലുദിയയ്ക്ക് പ്രശ്നമുള്ളൂ. ലുദിയയ്ക്ക് ഫാമിലി പ്രോബ്ലമോ ഫിനാൻഷ്യൽ ഇഷ്യൂവോ കടഭാരോ ഒന്നുമില്ല. എവ്രിതിങ് ഷീ ഹാസ്, ബട്ട് ഷീ നീഡഡ് എ സേവിയർ. അപ്പോൾ സുവിശേഷം പറഞ്ഞപ്പോൾ ദൈവം അവളുടെ ഹൃദയം തുറന്നു. അതുകൊണ്ട് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. കടഭാരം മാറ്റുമെന്നോ രോഗസൗഖ്യം നൽകുന്ന ഇതൊക്കെ കർത്താവ് ചെയ്യും, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതല്ല സുവിശേഷം. ദ ഗോസ്പൽ ഈസ് നോട്ട് ദാറ്റ്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയണം. അപ്പോൾ ഒരു സ്ത്രീ കഴിഞ്ഞപ്പം പൗലോസിനോട് ഇറിറ്റേഷൻ ഉള്ളവർക്ക് കുറച്ച് ഇറിറ്റേഷൻ കുറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ത്രീ എടുക്ക പോയിരിക്കുക. ഇതാരാ? ഇത് ലുദിയെ പോലെ ഹൈ പ്രൊഫൈൽ അല്ല, പിന്നെ ഒരു അടിമ സ്ത്രീയാണ്. അപ്പോൾ ഏത് ലെവലിലുള്ളവരെയും കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവ് ഈ ഏത് ലെവലിലുള്ളവരെയും കർത്താവ് രൂപാന്തരപ്പെടുത്തും. സുവിശേഷം എല്ലാവർക്കും ബാധകം എന്നുള്ളതിൻ്റെ അപ്പം 16 തൊട്ട് 18 വരെയുള്ള 16 to 18 ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പെടുത്തിയായ ലക്ഷണം പറയുന്ന യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാളും ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടു പോയി. അപ്പോൾ ഇവിടെ കാണുന്നത് അടുത്തത് ഒരു അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീ മാത്രമല്ല, ഒരു ഭൂതം അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു ഡീമൺ പൊസസ്ഡ് ഒരു ലേഡി. ഇവളുടെ ഒരു വെളിച്ചപ്പാടത്തിയാണ് എന്ന് പറഞ്ഞാൽ ഭാവി പറയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫിലിപ്പിയിൽ സുവിശേഷം അങ്ങോട്ട് പച്ച പിടിച്ച് തുടങ്ങിയപ്പോൾ പിശാചിന്റെ എതിർപ്പ് തുടങ്ങി. ഇത് എതുവഴിയാ വരുന്നത്? ഇത് വരുന്നത് ഒരു ഭൂതം ബാധിച്ച ഒരു സ്ത്രീ. യജമാനന്മാർക്ക് ഒരുപാട് ലാഭം. എങ്ങനെയാണ് ലാഭം? ഇവരെ സംബന്ധിച്ചോളം ഭാവി പറയുന്ന ലാഭം. ഇന്നും ഈ ഫോർച്യൂൺ ടെല്ലിങ്,
ഒരുപാട് ലാഭം വരുത്തുന്ന കാര്യമാണ്. ക്രിസ്തീയ കോളത്തിലും ഈ പ്രൊഫസി എന്ന് പറഞ്ഞു തുടങ്ങുന്ന അനേകര് ഈ ലാഭം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പ്രൊഫസി, ജെനുവിൻ പ്രൊഫസി ഇല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, പക്ഷെങ്കിൽ ഈ ലാഭം പിടിച്ച് സ്പിരിറ്റ് ഓഫ് ഡിവൈനേഷൻ, ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ചില കഴിവുകൾ. അപ്പോൾ ഈ ഇവിടെ പൈത്തൺ സ്പിരിറ്റ് എന്നാണ് ഇതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. ഇതിൻ്റെ ആ സ്പിരിറ്റ് ഓഫ് ഡിവൈനേഷൻ എന്ന് പറയുന്ന സ്പിരിറ്റിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ പൈത്തൺ സ്പിരിറ്റ് ആണ്. അത് പറയാനുള്ള ഒറ്റ കാരണം ഞാൻ പെട്ടെന്ന് പറയാം. ഈ പൈത്തൺ എന്ന് പറയുന്നത് ഈ ഈ ഡൽഹിയിലെ ഈ ഓറക്കലിനെ കാക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പൈത്തൺ. ഈ പൈത്തനെ അപ്പൊല്ലോ എന്ന് പറയുന്ന ദേവൻ, അതായത് ഗ്രീക്ക് മിത്തോളജിയാണ് ഇതെല്ലാം. അപ്പൊല്ലോ എന്ന് പറയുന്ന ദൈവമാണ് പിന്നെ കൊല്ലുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ കണക്ഷൻ ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂതം ബാധിച്ച സ്ത്രീ എന്താ പറയുന്നതെന്നറിയാം. ഈ വെളിച്ചപ്പാടത്തിക്കാരി ഇവിടെ പറയുന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഓ, എന്തൊരു സ്പിരിച്വൽ ടോക്കാ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്, ദ ഫാദർ ഓഫ് ലൈസ് വിൽ സ്പീക്ക് ദ ട്രൂത്ത് വെൻ ഇറ്റ് സൂട്ട്സ് ഹിം. ഞാൻ പറഞ്ഞ മനസ്സിലായ ഒന്നുകൂടെ, ദ ഫാദർ ഓഫ് ലൈസ് വിൽ സ്പീക്ക് ദ ട്രൂത്ത് വെൻ ഇറ്റ് സൂട്ട്സ് ഹിം എന്ന് പറഞ്ഞാൽ കുറച്ച് സത്യം കൂടെ പറയുന്നവനാണ് ഈ പിശാച് എന്ന് പറയുന്നത്. അല്പസത്യമാണ് ഏറ്റവും ഡേഞ്ചറസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വെളിച്ചപ്പാടത്തേക്കായ ആള് സത്യം പറയാണ്. എന്താണ്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇവര് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവര് പറയുന്നത് അല്ലെങ്കിൽ ഇവര് ശരിയാണെന്ന് അർത്ഥമില്ല. നിങ്ങൾ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോണം. ഇന്നും യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും കർത്താവിന്റെ വേലക്കാരാകുന്നില്ല. നിങ്ങളിത് വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് യേശു എന്നുള്ള നാമം എടുത്തത് കൊണ്ട് മാത്രം ഇവർ ദൈവത്തിൻ്റെ വേലക്കാരാകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. യു ഹാവ് ടു ലിസൺ ടു മീ വെരി വെരി കെയർഫുള്ളി. കാരണം എന്നാ, അല്പസത്യമാണ് ഈ പിശാചിൻ്റെ തന്ത്രം. കുറച്ച് സത്യം പറയും, കുറച്ച് സത്യം, പക്ഷെ ഇന്റൻഷൻ വേറെയാണ്. ദ ഫാദർ ഓഫ് ലൈസ് സ്പീക്സ് ദ ട്രൂത്ത് വെൻ ഇറ്റ് സൂട്ട്സ് ഹിം. അപ്പോൾ ദ ഡെവിൾ യൂസസ് ലിറ്റിൽ ട്രൂത്ത് to ensnare people into a false religious system. ദുരുപദേശത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ നയിക്കുന്നത് അല്പസത്യങ്ങളിലൂടെയാണ്. ബ്ലേറ്റൻ കള്ളങ്ങളിൽ കൂടെ അല്ല, അല്പസത്യങ്ങളിലൂടെ. അതുകൊണ്ടാണ് നമ്മുടെ ഉപദേശം നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണ്ടേ. ഒരുപാട് വലിയ കരിസ്മ ഒന്നും ഇല്ലാത്തൊരു പ്രാസംഗികനാണെങ്കിലും അവൻ്റെ ഉപദേശം ശരിയാണെങ്കിൽ ശ്രദ്ധിച്ചോണം. പക്ഷെ ഉപദേശം തെറ്റാണ്, ജീവിതത്തിൽ ഒരുപാട് കോംപ്രമൈസ് ഉണ്ട്, ഭയങ്കരം കഴിവാണ്, ഭയങ്കരം പ്രസംഗമാണ്, ശക്തിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വഴിതെറ്റിച്ച് നമ്മളെ വേറൊരു റിലീജിയസ് സിസ്റ്റത്തിലേക്ക് അവർ കയറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ഈ വലിയ എന്താണ് ഈ സ്ത്രീ വന്ന് പറയുന്നതെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്നാ പറയുന്നത്. പക്ഷെങ്കിൽ പൗലോസ് തിരിഞ്ഞു നിന്ന് അവളെ ശാസിക്കുകയാണ്. അവളെ ശാസിക്കുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആത്മാവിൽ നിന്നല്ല വരുന്നതെങ്കിൽ അവളെ ശാസിക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്പസത്യങ്ങളെ ഉപയോഗിച്ച് വഴിതെറ്റിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, ഈ ഭാവി കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി വേറെ ആത്മാക്കളോ ഡിവൈനേഴ്സിൻ്റെ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ഇത് ഒരുപാട് കാണുന്ന ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് കളിക്കരുത്. ഇങ്ങനത്തെ പരിപാടികൾക്ക് ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള ഒരാൾ പോലും അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് കടക്കരുത്, അങ്ങനെ ആളുകളുമായിട്ട് ഇടപെടരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഡോണ്ട് മെഡിൽ വിത്ത് തിങ്സ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കളിക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഒരു വലിയ ഈ ഒരു സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവളെ ദൈവം വിടുവിച്ചു. ഷീ വാസ് ഇമ്മീഡിയറ്റ്ലി ഡെലിവേർഡ്. ആ ഒരു പ്രയാസത്തിൽ നിന്ന് അവളെ വിടുവിച്ചു. അപ്പോൾ ആദ്യം ലുദിയ ദൈവം സുവിശേഷം അവളെ വിടുവിക്കുന്നു. അതിനുശേഷം ഒരു സാധാരണ ഒരു ദാസിയായ ഒരു സ്ത്രീയെ കർത്താവ് വിടുവിക്കുന്നു. വിടുതൽ കഴിയുകയും പിന്നെ തുടങ്ങുന്നു പീഡനം. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. എവിടെ ദൈവപ്രവൃത്തി ഉണ്ടോ അതിനുശേഷം പീഡനങ്ങൾ ഉണ്ടാകും. ആക്ട്സ് ചാപ്റ്റർ 16:19-24, 16-ാമത്തെ അധ്യായം 19 മുതൽ 24 വരെ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി
റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അപ്പോൾ വലിയ ദൈവപ്രവൃത്തിയാണ്. എന്താണ് സംഭവിക്കുന്നത്? ലുദിയ കർത്താവിനെ അറിയുന്നു, വലിയ ബിസിനസ്സുകാരി കർത്താവിനെ അറിയുന്നു. പിന്നെ ദാസി, അതായത് ഭൂതബാധിച്ച ഒരു സ്ത്രീ കർത്താവിന്റെ സുവിശേഷത്താൽ വിടുതൽ പ്രാപിക്കുന്നു. എന്നാൽ ഇതങ്ങോട്ട് സംഭവിച്ച ഉടനെ പീഡനങ്ങളുണ്ടായി. ഇവിടെ എന്താ പീഡനത്തിന്റെ കാരണം എന്നറിയാമോ? യജന്മാരന്മാരുടെ ലാഭം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പ്രിയമുള്ള അനേകര് കർത്താവിൻ്റെ വേലയെ എതിർക്കുന്നതിൻ്റെ കാരണം അവർക്കുള്ള ലാഭം നഷ്ടമായി പോകുന്നത് കൊണ്ടാണ്. യഥാർത്ഥ ഉപദേശത്തെ വെറുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? വൈ ഡു ദേ ഫൈറ്റ് ദ റൈറ്റ് ഡോക്ട്രിൻ? ബിക്കോസ് സംടൈംസ് ട്രൂ ഡോക്ട്രിൻ വിൽ കം ഇൻ ദ വേ ഓഫ് ദം മേക്കിംഗ് മണി. യഥാർത്ഥ ഉപദേശത്തെ അവർ എതിർക്കുന്നതിൻ്റെ കാരണം അവർക്ക് ലാഭം. എവറി ടൈം മണി ബ്ലേഴ്സ് സ്പിരിച്വൽ പെർസെപ്ഷൻ. എൻ്റെ ആത്മീയമായ കാഴ്ചപ്പാടിനെ അന്ധമാക്കുന്നത് ഈ പണത്തോടുള്ള ആർത്തിയാണ്. അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ഞാൻ പറയാം, ഗേഹസി ഏറ്റവും വലിയ ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടിയ ഏലിശയുടെ ഇരട്ടി പങ്ക് കിട്ടേണ്ട ഗേഹസിക്ക് നഷ്ടമായി പോയതിൻ്റെ കാരണം ഈ പണമോഹം, ദ്രവ്യത്തോടുള്ള ആർത്തി. അനേക വിശ്വാസികൾ, അവർ ചിലപ്പോൾ മിനിസ്ട്രിയിലല്ലായിരിക്കാം, സാധാരണ വിശ്വാസികൾ, റെഗുലർ, അവരുടെ ഈ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എല്ലാം ഉണ്ട്. ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എന്തുമാത്രം ദൈവവചനം, എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ കാരണം ഈ പണത്തോടുള്ള ആർത്തി, അതിലുള്ള പിടിമുറുക്കം. എത്രയോ പേരെ നമ്മൾ സോ ടൈറ്റ് ഫിസ്റ്റഡ് വെൻ ഇറ്റ് കംസ് ടു മണി. ഇത് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെടും. അപ്പോൾ യജന്മാരന്മാർക്ക് ഒരു സ്ത്രീക്ക് വിടുതൽ കിട്ടിയെന്നുള്ളതല്ല, അവർക്ക് നഷ്ടം എന്താ പറ്റി, അവരുടെ പണനഷ്ടം വന്നെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള വിഷയം. അത് കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? ഉടനെ ആളുകളെ എല്ലാം കൂടെ കൂട്ടി മോബ് സൈക്കോളജി. ഇങ്ങനെയാണ് പ്രിയമുള്ളവർ, നോർത്ത് ഇന്ത്യയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഉടനെ മോബ്സിനെ എല്ലാം കൂടെ അങ്ങോട്ട് സ്റ്റേറപ്പ് ചെയ്ത് പെട്ടെന്ന് അവരെ അടിച്ച് അവരുടെ വസ്ത്രം കീറിക്കളഞ്ഞ് അവരെ അടിച്ചെന്ന് മാത്രമല്ല, പൗലോസിൻ്റെ ആ ബോൾനെസ്സാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് സംഭവിച്ചാലും സുവിശേഷം പ്രസംഗിക്കാതുള്ള ഒരു പരിപാടിയില്ല. അവരെ ആമത്തിട്ട് പൂട്ടി അവരെ തടവിൽ അയച്ചു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആമത്തിൽ വെച്ച് പൂട്ടി. അപ്പോൾ പൗലോസിന് ശീലാസിന് രാത്രി ഉറങ്ങാൻ ഇച്ചിരി പ്രയാസം. പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അടിയും എന്താ പറയുക, വസ്ത്രം കീറിയൊന്നും കാണത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇത് ഭയങ്കരമായി അടിച്ചു. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് വേണം, അവരെ അടിച്ചു, അവരുടെ തുണി ഉരിഞ്ഞു, അവരുടെ കാലുകൾ ആക്ച്വലി ആമത്തിലിട്ട് പൂട്ടുമ്പോൾ എങ്ങനെയാണ് പൂട്ടുന്നതെന്നറിയോ? എത്രയും സ്ട്രെച്ച് ചെയ്യാവും, രണ്ട് വശത്തേക്ക് സ്ട്രെച്ച് ചെയ്താണ് ആമത്തിലിട്ട് പൂട്ടുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, രാത്രി ഇങ്ങനെ മുഴുവൻ സ്ട്രെച്ച് ചെയ്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ വയ്യ. ഞാനിപ്പോഴും ഓർക്കുന്നു, റിച്ചാർഡ് വൂംബ്രാൻഡ് തിരുവല്ല വന്നപ്പം അദ്ദേഹം തൻ്റെ ഷർട്ട് ഇങ്ങനെ ഊരി പുറയിലുള്ള അടികളെല്ലാം കാണിച്ചു. പാടുകളാണ്, പണ്ട് ഇഷ്ടം പോലെ പാട്. പുള്ളി പറയായിരുന്നു, ഞങ്ങളിങ്ങനെ വലിച്ചു നീട്ടി കെട്ടും, എന്നിട്ട് ഓരോ മിനിറ്റ് ഓരോ തുള്ളി ഐസ് വെള്ളം തലേ വന്ന് വീഴും. എന്നിട്ട് കണ്ണിൻ്റെ മുമ്പിൽ ഈ ലൈറ്റാണ്, വലിയ 1000 വാട്ട് 2000 വാട്ടിൻ്റെ ബൾബ് ഇങ്ങനെ വെച്ചു. അപ്പം കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, കണ്ണടയ്ക്കണം. കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തുള്ളി കോൾഡ് വാട്ടർ, ഐസ് വെള്ളം ഇങ്ങനെ. അപ്പം വലിയ തലേ വന്ന് വീഴുമ്പോൾ ഈ കഠാര വന്ന് വീഴുന്ന വേദനയാണെന്നാണ് പറയുന്നത്. ഒരു തുള്ളി ഐസ് വെള്ളം വന്ന് വീഴും, പുറം മുഴുവൻ അടിച്ചു പൊട്ടി. ഞാൻ ഓർക്കും, ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നറിയോ? അപ്പോൾ ഇതുപോലെ ഇരുട്ട് നിറഞ്ഞ കാരാഗ്രഹം, അഴുക്ക് നിറഞ്ഞ കാരാഗ്രഹം ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഉറങ്ങാൻ പറ്റാത്തപ്പോൾ അവരെങ്ങനെ പാട്ട് പാടിയെന്ന് എനിക്കറിഞ്ഞൂടെ. ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്കറിയത്തില്ല. അവർ പ്രാർത്ഥിച്ചും പാട്ട് പാടിയെന്ന് പറയാം. പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, കാരണം എനിക്കറിയാം, എനിക്ക് ഇതുവെല്ലാം പറ്റിയാൽ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ എങ്ങനെ പാട്ട് പാടി? അവർ പ്രൊഫഷണൽ സിംഗേഴ്സ് എന്ന് പറയും, ഞങ്ങളൊക്കെ ഇച്ചിരി പാട്ട് പാടുന്ന കൂട്ടത്തില്ല. എനിക്കറിയത്തില്ല നമ്മുടെ പാട്ടൊക്കെ വരുമോയെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ.
നമുക്കാണെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ പാട്ട് പുറത്ത് വരത്തില്ല. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, നിങ്ങൾ വേറെ ആരെയും കുറിച്ചല്ല പറയുന്നത്, എൻ്റെ കാര്യമാണ്. നമ്മുടെ ഇന്നിയർ മോണിറ്ററിങ് ശരിയായില്ല, കീബോർഡിൻ്റെ ടോൺ ശരിയായില്ല, ഇത് മിക്സ് ശരിയായില്ല, നമുക്ക് പാട്ട് പോലും പുറത്ത് വരത്തില്ല. അപ്പം ഇത് കാലാമത്ത് ഇട്ട് പൂട്ടുന്നു, അവരെ നഗ്നരാക്കി അടിച്ചു. എനിക്കറിയത് യോ ഈ രാത്രിയിൽ എങ്ങനെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്രിയമുള്ളവർ, ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ്റെ പ്രത്യേകത ഇതാണ്. അവനെ കാലാമത്തിട്ട് പൂട്ടിയാലും അവൻ്റെ തൊണ്ടയിലെ പാട്ടിനെ എടുത്ത് കളയാൻ സാധിക്കത്തില്ല. ഇതാണ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു ഭക്തൻ്റെ പ്രത്യേകത. എല്ലാവരും ചിന്തിക്കും ഈ പരിശുദ്ധാത്മാവ് നിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മീറ്റിങ്ങിൽ ചെന്ന് കുറേ ലഹളയുണ്ടാക്കി. ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഈ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവിടെ ഭയങ്കര ആരാധന അങ്ങോട്ട് കഴിഞ്ഞ് ഭയങ്കര പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും അറിയാത്ത കുറേ പാർട്ടികളാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും ഇല്ലെന്നേ. വേറെ ഒരുത്തനെ കാണുമ്പം അല്ലെങ്കിൽ അവൻ പൊങ്ങി വരുന്ന കാണുമ്പോഴത്തേക്ക് മുഖം അങ്ങ് 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 എന്താ പറയണ്ടേ, ചിരിയുമില്ല, സന്തോഷവും ഇല്ല, ഒന്നുമില്ല. ഈ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഈ ആർക്കും അടക്കാൻ പറ്റാത്ത സന്തോഷം, ജെനുവിൻ ജോയ്. പ്രയാസങ്ങളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, ബുദ്ധിമുട്ടില്ലെന്നല്ല, പീഡനങ്ങളില്ലെന്നല്ല, ചില ദിവസങ്ങൾ കരഞ്ഞിട്ടില്ലെന്നല്ല, ഇതിൻ്റെ എല്ലാ നടുവിൽ ആർക്കും മനസ്സിലാകാത്തൊരു സന്തോഷം ദൈവം തൻ്റെ ഭക്തർക്ക് കൊടുക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ സന്തോഷം. അത് പ്രിയമുള്ളവരെ നമ്മൾ പ്രാപിക്കണം. ദാറ്റ് ഈസ് ദ ജോയ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്, അല്ലേ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇത് മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചുറ്റുമെല്ലാം തകർന്നു കിടക്കുമ്പോഴും ഭക്തൻ്റെ ഉള്ളിലെ പാട്ട് നിലക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന് പല വിധങ്ങളുണ്ട്. പല വിധങ്ങളിലാണ് തൻ്റെ ജനത്തെ തൻ്റെ മക്കളെ വിടുവിക്കുന്നത്. പത്രോസിനെ ദൂതനെ അയച്ച് വിടുവിച്ചു. ചിലപ്പോൾ വിടുവിക്കത്തുമില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ചിലപ്പോൾ വിടുവിക്കത്തുമില്ല. അത് മനസ്സിലാക്കിക്കണം. എപ്പോഴും നമ്മൾ ഇപ്പം വിടുവിച്ച പൗലോസ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കർത്താവിന് വേണ്ടി മരണപ്പെടും. കുറച്ച് നാൾ മുമ്പ് വിടുവിക്കപ്പെട്ട പത്രോസ് കർത്താവിന് വേണ്ടി തല കീഴായി ക്രൂശിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന് ചില സമയങ്ങളുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്. എല്ലാവരെയും എപ്പോഴും എല്ലാ വിധത്തിലും ഒരുപോലെ അല്ല വിടുവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൗലോസിനെയും ശീലാസിനെയും വിടുവിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ട് അങ്ങോട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് കോൺസെർട്ട് എവിടെ നടക്കുന്നതെന്നറിയോ? ഇവിടെ നടക്കുന്നത് തടവിലാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് കേൾക്കാൻ തടവുകാരുമുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ പൊന്നെ, ഞങ്ങൾക്കാണെങ്കിൽ വെന്യൂ ശരിയായില്ലെങ്കിൽ പ്രശ്നം, അക്കൂസ്റ്റിക്സ് ശരിയായില്ലെങ്കിൽ പ്രശ്നം, എല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ തടവിൽ കേൾക്കാൻ കുറെ തടവുകാരും ഓഡിയൻസ് കണ്ട് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഉറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താനെ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പിതാവ് പറഞ്ഞ്, ഈ ഹൗ ക്യാൻ വി സിങ് വെൻ ഇറ്റ് സ്റ്റിൽ ഡാർക്ക്? ഇരുട്ടിൻ്റെ അനുഭവത്തിൽ എങ്ങനെ പാട്ട് പാടാൻ സാധിക്കും? അപ്പോൾ അപ്പം എപ്പോഴും പറയും, ഈ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം പൗലോസ് ചിലപ്പം പയ്യെ ഒരു മൂളിപ്പാട്ട് പാടി തുടങ്ങി കാണും. പൗലോസ് അപ്പം പൗലോസ് ഇങ്ങനെ മെലഡി പാടിക്കൊണ്ടിരുന്ന അപ്പോൾ ശീലാസ് ഓർത്ത് കാണും ഒരു ഹാർമണി പാടിയേക്കാവുന്ന അതാ. അപ്പം പുള്ളി ഒരു സെക്കൻഡ്സ് പാടി. അപ്പം പൗലോസ് ഇങ്ങനെ മെലഡി പാടുന്നു. മെലഡി കേട്ട് കഴിഞ്ഞപ്പം ശീലാസ് ഓർത്ത്, എന്നാൽ പിന്നെ വെറുതെ പുള്ളി മാത്രം പാടണ്ട, ഞാനൊരു സെക്കൻഡ്സ് പാടി. പുള്ളി ഇങ്ങനെ ടെനർ അങ്ങോട്ട് പാടി കഴിഞ്ഞപ്പം സ്വർഗത്തിലിരുന്ന ദൈവം ഓർത്ത് കാണും, എൻ്റെ പിള്ളേർ അവിടെ കിടന്ന് പാടുകയല്ലേ, ഞാനോട് അങ്ങ് പാടിയേക്കാം. അപ്പോൾ കർത്താവ് ഒരു ബേസ് പാടി. കർത്താവ് ബേസ് പാടിയപ്പോൾ ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്നറിയോ? ആ ബേസിൻ്റെ ആധിക്യം കൊണ്ട് ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. അത് കർത്താവ് ചിലപ്പോൾ കൂട്ടത്തിൽ പാടും കേട്ടോ, അതെൻ്റെ മക്കളോടുകൂടെ. അത് ഞാനൊരു പിക്ടോറൽ റെപ്രസെൻറ്റേഷൻ തന്നേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന് പാടുമ്പോൾ കർത്താവ് നമ്മളോട് ചേർന്ന് പാടും. അടിസ്ഥാനങ്ങൾ ഇളകി അവൻ്റെ ഒരു ശബ്ദം മതി കേട്ടോ, ശബ്ദം മതി. അവൻ്റെ ഒരു ശബ്ദം മതി, ഈ ലോകം മുഴുവൻ ഇളകി മറിയാൻ അവൻ്റെ ഒരു ശബ്ദം മതി. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, എത്ര വലിയ തടവാന്നേലും എൻ്റെ കർത്താവിന് പൊളിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല.
എത്ര വലിയ ചങ്ങലയാണേലും കർത്താവിന് ഊരാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമില്ല. അവൻ്റെ വായിലെ ഒരു വാക്ക് മതി സകല ചങ്ങലകളെ അഴിപ്പാൻ. അതുകൊണ്ടാണ് ആരെങ്കിലും ബന്ധനത്തിലുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, മുഴുവനായി കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സകല ചങ്ങലകളും അവൻ്റെ ഒരു വാക്കിന്, ഈ ലോകത്തെ മുഴുവൻ അവൻ്റെ വാക്കിനാൽ അവൻ ഉളവാക്കിയെങ്കിൽ ഏത് ബന്ധനത്തെ അഴിപ്പാനും യേശു കർത്താവിൻ്റെ വായിലെ ഒരു വാക്ക് മാത്രം മതി. വൺ വേർഡ് ഫ്രം ഹിസ്, ലാസറെ പുറത്തു വാ, ഇനഫ്, മരിച്ചവൻ പുറത്ത് ഇറങ്ങി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അർദ്ധരാത്രിയിൽ പാട്ട് പാടുവാൻ സാധിക്കണം നമുക്ക്. എന്തുകൊണ്ടാ? അവൻ വിടുവിച്ചാലും അവൻ വിടുവിച്ചില്ലെങ്കിലും. അതാണ് വിശ്വാസിയുടെ സ്റ്റാൻഡ്. അവൻ വിടുവിച്ചാലും പൗലോസിന് അറിയത്തില്ല ചങ്ങല പൊട്ടുമെന്നുള്ള കാര്യം അറിയാം. പൗലോസിന് അറിയത്തില്ല ഇനി എന്ത് സംഭവിക്കുമെന്ന്. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരെ പോലെ അവനും ആ രാത്രി മരിക്കേണ്ടവൻ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മരിക്കേണ്ടവനാ. അവൻ അറിയത്തില്ല അവൻ്റെ ഭാവി എന്താന്ന്. അപ്പോൾ വിടുതൽ ഉണ്ടായാലും വിടുതൽ ഉണ്ടായില്ലേലും ഒരു കാര്യം പൗലോസിന് അറിയാം, എന്നെ വീണ്ടെടുത്ത ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ. അതൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ രാത്രിയിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പാട്ട് പാടിയത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പാട്ട് പാടാം? സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ടല്ല, സാഹചര്യങ്ങൾ ഏതായാലും എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത് കൊണ്ടും, അവൻ എന്നും നല്ലവനായതുകൊണ്ടും, അവൻ എന്നെ വീണ്ടെടുത്തത് കൊണ്ടും ഞാൻ അവന് പാട്ട് പാടും. അതിനി സാഹചര്യം ഏതാണെന്നുള്ളത് എനിക്ക് വിഷയമല്ല, ഞാൻ പാടിയിരിക്കും. അപ്പോൾ അവസാനം എന്താ സംഭവിക്കുന്നത്? കാരാഗ്രഹ പ്രമാണി ഓടി വന്ന് അവരുടെ കാലെ വീഴുക. ഞാൻ ഓർക്കുക, ആരുടെ കാലെ വീഴേണ്ടതാ? ഇപ്പൊ കണ്ടോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആരുടെ കാലെ. അപ്പോൾ ഓടി വന്നിട്ട് കാലെ വീഴും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന കാര്യം, പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 30 മുതൽ 34 വരെ ഉള്ള വാക്യങ്ങൾ, 30 to 34. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെയൊക്കെയും താമസിക്കാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അപ്പോൾ ഗോസ്പൽ ഇസ് വെരി സിമ്പിൾ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ചോദ്യം? കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. കറക്റ്റ് ചോദ്യം ചോദിച്ചത്. ഈ മറ്റേ ആ സോസറുണ്ട്, ഷീമോൻ എന്ന് പറഞ്ഞൊരു സോസറുണ്ടല്ലോ, നമ്മൾ മുമ്പേ കണ്ടേ. പുള്ളി അത്ഭുതം എല്ലാം കേട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ചോദ്യം എന്നാണെന്നറിയോ? നിന്റെ കയ്യിലുള്ള സാധനം എനിക്ക് എങ്ങനെ കിട്ടും? അതായിരുന്നു പുള്ളിയുടെ ചോദ്യം. നിന്റെ കയ്യിൽ കുറെ പരിപാടി ഉണ്ടല്ലോ, നീ പ്രാർത്ഥിക്കും, ഭൂതങ്ങൾ പോകുന്നു, രോഗം സൗഖ്യം, ഈ പരിപാടി കാശ് കൊടുത്താൽ കിട്ടും. അപ്പൊ പുള്ളിയുടെ ചോദ്യം എന്നാ? ഇതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടും? ഫിലിപ്പിയ കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യം കറക്റ്റ് ചോദ്യം. ചോദ്യം എന്നാ? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്തു? സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തുവാ? ആൻസറും വളരെ സിമ്പിളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യും അല്ല. അങ്ങനെ കഴിഞ്ഞ് നീ അത് വിട്ടിട്ട് ഇത് കഴിയുമ്പോൾ ഇത് ചെയ്തിട്ട് അത് ചെയ്തിട്ട് നീ തിരിച്ച് വന്നിട്ട് ഒന്നും ചെയ്യണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും. സി, ദ പവർ ഓഫ് ദ ഗോസ്പൽ ഇസ് ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും വീണ്ടും പറഞ്ഞത്, ഞാൻ ഈ അക്ഷരം കൊണ്ട് നിങ്ങളെ വന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വന്നവനല്ല. അക്ഷരത്തിന് അക്ഷരമുണ്ട്, പ്രസംഗത്തിന് പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതല്ല, സുവിശേഷം വളരെ സിമ്പിളാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതേ സുവിശേഷം തൻ്റെ കൂടെയുള്ളവരെല്ലാവരോടും, തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും, തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളോടും പറയുന്നു. അങ്ങനെ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഉടനെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ, ഈ ജയിലർ എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ചില്ലറക്കാരനല്ല. കാരാഗ്രഹ പ്രമാണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരെ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇവിടുത്തെ കാരാഗ്രഹ പ്രമാണികൾ എങ്ങനെ, അവരുടെ മീശ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിടിച്ചു പോകും. അങ്ങനത്തെ ആ പാർട്ടികളാണ്. ഇപ്പം ഇങ്ങനെ ആളുകളെ പേടിപ്പിച്ച് നടന്ന പാർട്ടി കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വന്ന അടുത്ത നിമിഷം എന്താണ്? അവരുടെ കാല് കഴുകുകയാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ട് 30 വർഷമുണ്ട്. സഹോദരൻ്റെ കാല് കഴുകുമോ? എങ്ങനെ സഹോദരനായിട്ട് അടി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ
പ്രശ്നം. അവനുണ്ടെങ്കിൽ എങ്ങനെ ആ വീട്ടിൽ കയറാതിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. നോ 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 നോ. ഈ യഥാർത്ഥമായ ഒരുവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്നാ? സഹോദരനോടുള്ള സ്നേഹം എന്നുള്ളതാണ് അവിടെ നമ്മൾ വ്യക്തമായി കാണുന്നത്. അപ്പൊ അങ്ങനെ ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വരുന്നു. 35-ാമത്തെ വാക്യം, നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു. കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു. നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു. ആകയാൽ സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയില്ലയോ? ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളോട് പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറെ അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടുപോകണം എന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയയിലെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സമയമാകാതെ ദൈവത്തിന്റെ മക്കളെ തൊടുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ളതാണ് കാണുന്നത്. ദൈവത്തിന്റെ മക്കളെ ദൈവം കാക്കും. അതെപ്പോഴാണ്? ദൈവത്തിന്റെ പരിപാടികൾ കഴിയുന്നത് വരെ. പൗലോസ് മരിക്കേണ്ട ഒരു സമയം വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതുവരെ ഗോഡ് വിൽ പ്രൊട്ടക്ട് ദം. ഇവിടെ മനസ്സിലാകുന്നത്, പരസ്യമായ അവരെ അടുപ്പിച്ച് കാരാഗ്രഹത്തിലാക്കിയതിനു ശേഷം ഒരു ട്രയൽ പോലും കൂടാതെ, അത് തെറ്റായ കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവരോട് പറഞ്ഞു, ഇപ്പോൾ വിസ്താരം കൂടാതെ ഒരിക്കലും തടവിലാക്കാൻ പാടില്ല. എന്നിട്ട് പറയാ, നിങ്ങൾ പരസ്യമായി ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ രഹസ്യമായി ഞങ്ങളെ വിട്ടയക്കാൻ ശ്രമിക്കുകയാണോ? ഞങ്ങൾ റോമാ പൗരക്കാരാണ്. ഇവർക്കിത് അറിയത്തില്ലായിരുന്നു, ഇവർ റോമാ പൗരക്കാരാണെന്ന്. അപ്പോൾ ഇത് വലിയ പ്രയാസമായി. അപ്പോൾ എന്താണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്? ഒരിക്കലും ചിന്തിക്കരുത് പൗലോസ് ഇവിടെ റിവെഞ്ചിന് വേണ്ടി അവരോട് പറയാണ്, ഇനിയിപ്പോൾ ഞങ്ങളെ പിടിച്ചല്ലേ, ഇനി ഒന്ന് കാണട്ടെ, ഇനി ഞങ്ങൾ കാണിച്ചിട്ട് നിന്നെ വിട്ടു തരുന്ന വിഷയമല്ല. അപ്പം ഒരിക്കലും ഒരു എന്താ പറയണ്ടേ, ഒരു റിവെഞ്ച്, പകരം ചോദിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത്. പിന്നെയോ, ഇനിയും വരുന്ന ദിവസങ്ങളിൽ മറ്റു വിശ്വാസികളെ വിസ്താരം കൂടാതെ അനീതിയായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു പ്രസിഡൻസ് വരരുത് എന്ന് ഓർത്തുകൊണ്ടാണ് പൗലോസ് അത് ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. ചില സമയങ്ങളിൽ നമ്മൾ മൗനമായി ഇതെല്ലാം സഹിക്കണം. ചില സമയങ്ങളിൽ നമ്മൾ ലോയുടെ കൂടെ നിന്ന്, അതായത് നമ്മൾ ഈ നാടിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പ്രയാസം വരാത്ത വിധത്തിൽ നാം അതിനെ ഉപയോഗിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സംടൈംസ് വി ഹാവ് ടു ബി സൈലന്റ്, സംടൈംസ് വി ഹാവ് ടു യൂസ് ദ ലോ ഓഫ് ദ ലാൻഡ്. കാരണം ചിലപ്പോൾ ഇത് ബുള്ളിങ് ആയിട്ട് മാറി എല്ലാവരെയും അങ്ങനാണെങ്കിൽ പിന്നെ ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് എല്ലാവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. സോ സംടൈംസ് വി ഹാവ് ടു യൂസ് ദ ലോ ഓഫ് ദ ലാൻഡ് ആസ് വെൽ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ രസകം, ഫിലിപ്പിയയിൽ ദൈവം വലിയ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ സാത്താന്റെ പരിപാടി ഇതിനെ എങ്ങനെ തകർക്കണമെന്നായിരുന്നു. ആദ്യം എന്ത് ചെയ്തു? ഈ വെളിച്ചപ്പാടത്തിക്കാരിയെ സ്ത്രീയെ വിട്ടു. അവളെ കർത്താവ് സുവിശേഷം കൊണ്ട് വിടുവിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഇവരെ അടിച്ചു, അവരെ ഉപദ്രവിച്ച് തടവിലാക്കി. അപ്പോൾ ഓർത്ത് ഇത് നിൽക്കുമെന്ന്. പിന്നെന്ത് സംഭവിച്ചു? തടവിലാക്കിയത് കൊണ്ട് ഫിലിപ്പ്യ കാരാഗ്രഹ പ്രമാണി കർത്താവിനെ അറിഞ്ഞു. അപ്പോൾ പിശാചിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയയിൽ യാതൊരു കാരണവശാലും സുവിശേഷം പടരുത്. എന്താണ് സംഭവിച്ചത്? ഒരിക്കലും ഓർക്കാത്ത, അല്ലെ ഒരിക്കലും ചിന്തിക്കാത്ത കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം മുഴുവൻ കർത്താവിന്റെ സഭയിലേക്ക് ചേർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗോഡ് ഹാസ് എ പ്ലാൻ, ഹിസ് സോവറിൻ പ്ലാൻ ഈവൻ ഓവർ പെർസിക്യൂഷൻ. നമ്മളെ പീഡിപ്പിക്കുന്നവരുടെ മുകളിലും പീഡിപ്പിക്കുന്നവന്റെ കയ്യിൽ നിന്നും കർത്താവ് വിടുവിച്ചാലും വിടുവിച്ചില്ലേലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സകലവും കൂടി അവൻ വ്യാപരിപ്പിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ പെടാത്ത ഒരൊറ്റ കാര്യമില്ല. ആളുകൾ നമ്മളെ പീഡിപ്പിച്ചാലും പീഡിപ്പിച്ചില്ലേലും അവസാനം ഒരു കുടുംബം കൂടെ കർത്താവിന്റെ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് 16-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, വി ഹാവ് ടു ബി സെൻസിറ്റീവ് ടു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റിനോട് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. അതാണ് തിമോത്തിയോസിനെ പരിച്ഛേദന പൗലോസ് കഴിപ്പിച്ചപ്പോൾ നാം മനസ്സിലാക്കിയ കാര്യം. രണ്ട്, അർദ്ധരാത്രിയിൽ ഇനി എത്ര വലിയ ഇരുട്ടിൻ്റെ ഇടയിലാണെങ്കിലും കർത്താവിൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ നമ്മുടെ പാട്ട് ആർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല.
3 നമ്മൾ കാണുന്നത് എത്ര വലിയ പീഡനം ഇനി ഉയർന്നാലും ആ പീഡനത്തിലൂടെയും കർത്താവ് തൻ്റെ സഭയെ പണിതുകൊണ്ട് തന്നെ ഇരിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെ തടുക്കത്തില്ല. അതാണ് 16-ാമത്തെ അധ്യായത്തിൽ പോളിൻ്റെ 2ാമത്തെ മിഷണറി ജേണിയുടെ ആദ്യത്തെ ഭാഗത്തിലൂടെ നാം പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഇന്ന് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിൽ ഞങ്ങളെ വലിയൊരു പാഠം നീ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഭാവി എന്തായി തീരുമെന്ന് അറിയാത്തപ്പോഴും ഞങ്ങളുടെ ഈ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ വെളിച്ചം വരാൻ വേണ്ടിയല്ല കർത്താവെ, വെളിച്ചം വരാത്തപ്പോഴും ഇരുട്ടിൻ്റെ നടുവിൽ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന് പ്രത്യേകമായ ഒരു ആത്മനിറവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്പിരിറ്റ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ ഒരു ആത്മാവ്. ഞങ്ങൾ എവിടെ ചെന്നാലും സന്തോഷം പരത്തുന്നവരായിരിക്കണം കർത്താവെ. ഞങ്ങളുടെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ കാൽ ഒരുപക്ഷെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുമായിരിക്കാം, പക്ഷെങ്കിൽ ഞങ്ങളുടെ സന്തോഷത്തിലൂടെ അടുത്ത് കിടക്കുന്നവരുടെ സുവിശേഷം പറയുവാൻ, ഞങ്ങളുടെ രോഗത്തിൽ ഇടയിൽ തന്നെ മറ്റു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ വലിയ നഷ്ടത്തിൻ്റെ ഇടയിൽ തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിൽ സന്തോഷത്തോടെ നിന്നെ ആരാധിപ്പാൻ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്ര വലിയ പീഡനം വന്നാലും നിന്റെ സഭയെ നീ പണിയും എന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് രാവിലെ കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃപകൾ ഞങ്ങൾക്ക് തന്നു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.